തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾ രോഗബാധിതരാകുന്നത് തുടർക്കഥയാകുന്നു. ഛർദിയും വയറിളക്കവുമായി 6 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. പോഷകാഹാരക്കുറവ് മൂലം പ്രതിരോധശേഷി കുറയുന്നതാണ് രോഗബാധയ്ക്ക് കാരണമെന്നുമാണ് ആരോപണം. സ്ഥിരം ഡയറ്റീഷ്യനെ നിയമിക്കണമെന്നുള്ള ശിശുക്ഷേമ സമിതിയുടെ കത്ത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അടുത്തിടെ പനിയും ജലദോഷവും ബാധിച്ച് കുട്ടികൾ മരിച്ചത് വിവാദമായിരുന്നു. ജനം ബ്രേക്കിംഗ്. ഉപേക്ഷിക്കപ്പെട്ടവരും പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ സംരക്ഷണത്തിൽ എത്തിപ്പെട്ടവരുമടക്കം 142 കുട്ടികളുടെ അഭയകേന്ദ്രമാണ് തിരുവനന്തപുരം തൈക്കാടുള്ള ശിശുക്ഷേമ സമിതി. ആഴ്ചകൾ മാത്രം പ്രായമുള്ള കുരുന്നുകൾ മുതൽ 18 വയസ്സ് വരെ പ്രായമായവർ ഇക്കൂട്ടത്തിലുണ്ട്. എല്ലാവരും പ്രത്യേക നിരീക്ഷണവും കരുതലും ആവശ്യമുള്ളവർ. പക്ഷേ സിസ്റ്റത്തിന്റെ പതിവ് വീഴ്ചകളും പോരായ്മകളും മൂലം അവർ നേരിടുന്നത് നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. കുരുന്നുകൾ രോഗം ബാധിച്ച് ആശുപത്രിയിലാകുന്നത് ശിശുക്ഷേമ സമിതിയിൽ പതിവായിരിക്കുകയാണ്. ഛർദി, വയറിളക്കം എന്നിവ മൂലം 6ഓളം കുട്ടികളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. പോഷകാഹാരക്കുറവ് കാരണം പ്രതിരോധശേഷി കുറയുന്നത് അണുബാധയ്ക്കും രോഗങ്ങൾക്കും കാരണമാകുന്നുവെന്നാണ് ആരോപണം. ഓരോ കുട്ടിക്കും അവരുടെ ആരോഗ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേക ഭക്ഷണക്രമവും നിരീക്ഷണവും ആവശ്യമാണ്. പോഷകാഹാരക്കുറവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും പ്രത്യേക ശ്രദ്ധയും ഭക്ഷണക്രമവും നടപ്പിലാക്കണം. ഇത് നിശ്ചയിക്കുവാനും നടപ്പിലാകുന്നുവെന്ന് ഉറപ്പുവരുത്താനും ശിശുക്ഷേമ സമിതിയിൽ സ്ഥിരം ഡയറ്റീഷ്യൻ ഇല്ലെന്നതാണ് പ്രതിസന്ധിയാകുന്നത്. മാസത്തിൽ 1 ദിവസം മാത്രമാണ് നിലവിൽ ഡയറ്റീഷ്യന്റെ സേവനം സമിതിയിൽ ലഭ്യമാക്കുന്നത്. ഇങ്ങനെ എത്തുന്ന ഡയറ്റീഷ്യന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാകാറില്ലെന്നും ആരോപണമുണ്ട്. സ്ഥിരം ഡയറ്റീഷ്യനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ശിശുക്ഷേമ സമിതി ആരോഗ്യവകുപ്പിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും അവഗണിക്കപ്പെട്ടു. ഫെബ്രുവരി 18-നും മാർച്ച് 22-നും പനിയും ജലദോഷവും ബാധിച്ച കുട്ടികൾ മരിച്ചത് വിവാദമായിരുന്നു. അന്നും നിരവധി കുട്ടികളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.